ദൈവ കുഞ്ഞാടെ നീ പാപത്തെ ചുമന്നു മരത്തിന്മേൽ, പാപിയാർ ഞാൻ ചത്തതോ നീതിമാൻ, അവനൻ രക്ഷകൻ ഇമ്മാനുവേൽ. ഇതാ സകലതും കൊടുത്തു വീട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് സഹോദരന്മാരെ വാസ്തവത്തിൽ കാൽവറി ക്രൂശിൽ സംഭവിച്ച കാര്യം. നമുക്ക് പകരമാണ്, നമുക്ക് വേണ്ടിയാണ്, നമുക്ക് പകരമാണ് നമ്മൾ കൊടുത്തുവിട്ടാൻ. നമുക്കൊരിക്കലും ഇത് കൊടുത്തുവിടാൻ കഴിയുമായിരുന്നില്ല. നമുക്കെന്നല്ല, ലോകത്തിൽ ആർക്കും ഇത് കൊടുത്തുവിട്ടുവാൻ കഴിയുമായിരുന്നില്ല. ഒരു ദൂതന് പോലും ഇത് കൊടുത്തുവിട്ടുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ എന്റെ സകല കടത്തിന്റെയും താഴെ യേശു കർത്താവ് എഴുതിയ ആ ഒരു വാചകത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഓ ഹല്ലേലൂയ. ടെറ്റലസ്റ്റായി, നിന്റെ കടം ഞാൻ കൊടുത്തു വിട്ടിരിക്കുന്നു. പെയ്ഡ് ഇൻ ഫുൾ, പെയ്ഡ് ഇൻ ഫുൾ. അതുകൊണ്ടാ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ കഴിയുമായിരുന്നില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, യെശയ്യാവിന്റെ പ്രവചനം 53-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ എന്തിനു വേണ്ടി യേശു മരിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ഒരു വലിയ വിവരണമാണ് അവിടെ കാണുന്നത്. 4-ാമത്തെ വാക്യത്തിൽ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരുന്നു എന്ന് വിചാരിച്ചു. മുകളിലുള്ള വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവിനെ പ്രവചനാത്മാവിൽ ഈ പ്രവാചകൻ കണ്ടിട്ട് എത്ര കഷ്ടമായ കാര്യം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു. അതിനു മുമ്പ് അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായി ഇടുന്നു, രോഗം ശീലിച്ചവനുമായി ഇടുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദനായിരുന്നു, നാം അവനെ ആദരിച്ചതുമില്ല. കാൽവറി ക്രൂശിലെ യേശുവിനെ കാണുമ്പോൾ ഇതല്ലാതെ വേറെ എന്താ നമുക്ക് തോന്നുന്നത്? പ്രവാചകന്റെ കണ്ണുകളിലൂടെ നമ്മൾ കാണുന്ന യേശു, ഹല്ലേലൂയ. ചരിത്രത്തിൽ ആ യേശുവിന്റെ മുഖത്ത് നോക്കിയാൽ അവനെ കാണുന്നവരൊക്കെ ഈ മുഖം മറച്ചു കളയത്തക്ക രീതിയിൽ അവൻ വിരൂപനായിരുന്നു. അവന്റെ തലയിലടിച്ച ആ മുൾക്കിലെടുത്ത് നിന്ന് ഒഴുകി വരുന്ന ചോരയും പട്ടാളക്കാർ അവന്റെ മുഖത്ത് തുപ്പിയ തുപ്പലും എല്ലാം ഒലിച്ചിറങ്ങി ആകെ വികൃത രൂപിയായി. അവന്റെ മുഖത്ത് നിന്ന് അവർ രോമം വലിച്ചു പറിച്ചു. ഒരുപക്ഷെ അതെല്ലാം വീർത്ത് ആ രോമകൂപങ്ങളിലേക്ക് ഈ തുപ്പലും രക്തവും എല്ലാം ഒഴുകി ഇറങ്ങുമ്പോൾ വേദന കൊണ്ടവൻ പിടയുന്നുണ്ടായിരിക്കാം. അവന്റെ ദേഹം മുഴുവൻ ചാട്ടവാറുകൾ കൊണ്ടുള്ള അടിയേറ്റ് ഉഴവുചാലുകൾ പോലെ കീറിയിരിക്കുന്ന അർത്ഥനഗ്നനായ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ കിടക്കുകയാണ്. അവന്റെ മേൽവസ്ത്രം അവര് പകുത്തെടുത്തു. അവനെ ഏറ്റവും വികൃതമായ നിലയിൽ അടിച്ചും ദണ്ഡിപ്പിച്ചു വിളിക്കുന്ന ഒരു സ്റ്റേജ്. അവൻ വ്യസനപാത്രമായും രോഗം ശീലിച്ചു അവനെ കാണുന്നവരൊക്കെയും മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്നതിനായിരുന്നു, നാം അവനെ ആദരിച്ചതുമില്ല. എന്നാൽ വാസ്തവം എന്താണ്? സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. നമ്മൾ ചിന്തിച്ചത് ദൈവം അവന് കൊടുത്ത ശിക്ഷയാണെന്ന്. എന്നാൽ അത് ആർക്കുള്ള ശിക്ഷയായിരുന്നു? അത് എനിക്കും നിങ്ങൾക്കുമുള്ള ശിക്ഷയായിരുന്നു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായിരുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു വിരിക്കുന്നു. വേദപുസ്തകം കയ്യിലുള്ളവർ ദയവ് ചെയ്ത് ഈ വേദപുസ്തക ഭാഗം ഒന്ന് എടുക്കുക. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. പ്രിയമുള്ളവരെ, എന്നും തിരുവത്താഴത്തിന്റെ സമയത്ത് കേട്ട് നമ്മൾ ഒരു മാഞ്ഞുപോയ ഒരു വാക്കുകളാകരുത്. ഇത് നമ്മളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വേദഭാഗമാണ്. യേശുവിനെ കുറിച്ച് മാത്രമല്ല എഴുതിയിരിക്കുന്നത്, എന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. നമ്മളെ ഭാഗം ഒന്ന് വായിച്ച്, ഓരോരുത്തരും ഒന്ന് എടുത്തിട്ടൊന്ന് വായിച്ചേ. 4-ാമത്തെ വാക്യത്തിൽ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായിരുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു വിരിക്കുന്നു. ഞാനൊരു ചെറിയ എക്സസൈസ് പറയാ പ്രിയമുള്ളവരെ. അവിടെ നമ്മുടെ എന്നുള്ളതൊന്ന് മാറ്റിയിട്ട് നിങ്ങൾ എല്ലാവരും ഒരുമിച്ചൊന്ന് വായിച്ചേ. നമ്മുടെ എന്നുള്ളത് മാറ്റിയിട്ട് എന്റെ സാക്ഷാൽ എന്റെ രോഗങ്ങൾ. നിങ്ങൾ എല്ലാവരും ഒരുമിച്ചൊന്ന് വായിച്ചേ പ്രിയമുള്ളവരെ. വേദപുസ്തകം കയ്യിലുള്ളവർ ഒരുമിച്ചൊന്ന് വായിര്. എന്റെ എന്ന് ചേർത്ത്, സാക്ഷാൽ എന്റെ രോഗങ്ങളെ അവൻ വഹിച്ചു, എന്റെ വേദനകളെ അവൻ ചുമന്നു, ഞാനോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ എന്റെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും എന്റെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. എന്റെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നു വിരിക്കുന്നു.
അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നു വിളിക്കുന്നു. നമ്മൾ സഹിക്കേണ്ടതായ മുഴുവൻ കാര്യങ്ങളും യേശു കർത്താവ് കാൽവറി ക്രൂശിൽ ഏറ്റെടുത്തുകൊണ്ട് പറയാണ്, നിനക്ക് പകരം ഞാനത് കൊടുത്തു വീട്ടി. ഇനി നിനക്ക് ശിക്ഷയില്ല, ഇനി നിനക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. നിന്റെ മരണം ഞാൻ ഏറ്റെടുക്കുകയാണ്, ഞാൻ പകരം നിനക്ക് ജീവൻ നൽകുകയാണ്. ക്രൂശിൽ നമ്മൾ കാണുന്നത് എന്റെ വിധി ഏറ്റെടുക്കുന്നവൻ. വാസ്തവത്തിൽ ഞാനാണ് മരണത്തിന് വിധിക്കപ്പെട്ടവൻ, ഞാനാണ് പീഡിപ്പിക്കപ്പെടേണ്ടിയിരുന്നവൻ. എന്റെ വിധി, എന്റെ ഡെസ്റ്റിനി അത് അവൻ ഏറ്റെടുത്തു. എന്തിനാണെന്നറിയാമോ? അവന്റെ ഫ്യൂച്ചർ എനിക്ക് തരാനായിട്ട്, അവന്റെ ഡെസ്റ്റിനി എനിക്ക് തരാനായിട്ട്. ഇതൊരു എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ് കാൽവറി ക്രൂശിൽ നടക്കുന്നത്. എന്താണ് എക്സ്ചേഞ്ച് പ്രോഗ്രാം? എന്റേതെല്ലാം അവൻ ഏറ്റെടുത്തു, അവന്റേത് അവൻ എനിക്ക് തരികയാണ്. എന്റെ മരണം അവൻ ഏറ്റെടുത്തു, അവന്റെ ജീവൻ എനിക്ക് തരികയാണ്. എന്റെ രോഗം അവൻ ഏറ്റെടുത്തു, അവന്റെ സൗഖ്യം അവൻ എനിക്ക് തരികയാണ്. എന്റെ വേദനകളെ അവൻ ഏറ്റെടുത്തു, അവന്റെ സമാധാനത്തെ എനിക്ക് തരികയാണ്. പ്രിയമുള്ളവരെ, ഈ എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ് വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഹൃദയത്തിന്റെ ഉള്ളിൽ ഇതൊന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എത്ര അത്ഭുതകരമായി ദൈവം നമ്മളെ നമുക്ക് വേണ്ടി കരുതിയെന്നും എത്ര വേദനയോടെ അവനൊരു കോസ്റ്റ് കൊടുത്തിട്ടാണ്. ഹി പെയ്ഡ് എ കോസ്റ്റ്. അവനതിനു വേണ്ടി ഒരു വില കൊടുത്തിട്ടാണ്, അല്ലാതെ ചുമ്മാതൊന്നുമല്ല. എനിക്ക് അവന്റെ സൗഖ്യം എനിക്ക് നൽകാൻ എന്റെ വേദനകളെ, എന്റെ രോഗങ്ങളെ അവൻ തെരഞ്ഞെടുത്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ടെറ്റലസ്റ്റായി എന്ന് എഴുതി കഴിഞ്ഞപ്പോൾ എല്ലാം സകലതും നിവൃത്തിയായി, ഇനി ഒന്നും ബാക്കിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ മരണം ഇനി ബാക്കിയില്ല. ഞാൻ മരിക്കേണ്ടവനായിരുന്നു. പാപത്തിന്റെ ശമ്പളം മരണം അത്രേ. എല്ലാ രീതിയിലും ദൈവത്തോട് ഏകീഭവിക്കുവാൻ കഴിയാതെ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന, ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന. എന്താണ് മരണം എന്ന് പറഞ്ഞാൽ? മരണം ആത്യന്തികമായി എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇറ്റ് ഈസ് സെപ്പറേഷൻ ഫ്രം ഗോഡ്. എന്റെ പാപങ്ങൾ എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റി. ഒരു കാരണവശാലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി ചെല്ലുവാൻ കഴിയാതെ വണ്ണം എന്റെ ശാരീരിക മരണം മാത്രമല്ല, ആത്മീകമായും ഞാൻ മരിച്ചവനായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ, അവന്റെ മരണത്തിലൂടെ അവൻ എനിക്ക് ജീവനെ മടക്കി തന്നിരിക്കുകയാണ്. 1 കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ 54 വാക്യം വായിക്കുമ്പോൾ ഒരു വലിയ വിജയാഘോഷം, ഒരു വലിയൊരു അട്ടഹാസമാണ് നമ്മളവിടെ കാണുന്നത്. നിവൃത്തിയായി എന്നുള്ള വാക്ക് തീർച്ചയായും ഒരു വലിയ അട്ടഹാസമാണ്. എന്ത്? പിശാചിന്റെ മേൽ നേടിയ വിജയത്തിന്റെ വലിയൊരു അട്ടഹാസമാണ്. 1 കൊരിന്ത്യർ 15 അധ്യായം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന അതിന്റെ 54 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 54 വാക്യം അത് താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക്, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിവൃത്തിയുടെ ആ പാരമ്യതയിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ, സൃഷ്ടിയിൽ നിവൃത്തിയുണ്ടായി, വീണ്ടെടുപ്പിൽ നിവൃത്തിയുണ്ടായി. എന്നാൽ ഒന്നുകിൽ കർത്താവിന്റെ വരവ്, അതല്ലെങ്കിൽ ഞാൻ എടുക്കപ്പെടുന്നതായ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുന്നു? ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന വചനം നിവൃത്തിയാവുകയാണ്. അതിനാ അവൻ മരിച്ചത്, എനിക്ക് ജയം നൽകാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു വിജയാഘോഷമാണ്. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ നിവൃത്തിയായെന്ന് പറയുന്നത് ഒരു വിജയാഘോഷമാണ്. ഇനി ഒന്നും ബാക്കിയില്ലാത്ത നിലയിൽ പൂർണ്ണമായും കൊടുത്തു വീട്ടി. താഴോട്ട് വായിക്കുമ്പോൾ, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഒരു വിജയാഹ്ലാദമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. ഇത് ശരിക്കും വിഷമുള്ളെന്ന് പറയുന്നത് ഒരു വിഷസർപ്പത്തിന്റെ പല്ലുണ്ടല്ലോ, വിഷസർപ്പത്തിന്റെ പല്ലുകളെ കുറിച്ചാണ് പറയുന്നത്. വിഷസർപ്പത്തിന്റെ എല്ലാ പല്ലുകളും വിഷപ്പല്ലുകളല്ലെന്ന് നമുക്കറിയാം, ഇല്ലേ? എന്നാൽ നമ്മളെ കൊല്ലാൻ പ്രാപ്തിയുള്ളത് എന്തിനു മാത്രമേ ഉള്ളൂ? ആ വിഷപ്പല്ലിന് മാത്രമേ ഉള്ളൂ. ഇവിടെ പൗലോസ് നല്ലൊരു അനാലജി ഉപയോഗിക്കുകയാണ്. എന്താണ് എന്റെ മരണത്തിന്റെ നിദാനം? എന്താണ് ഞാൻ മരിക്കാൻ കാരണം? ഞാൻ മരിക്കാൻ കാരണം എന്താണ്? അവിടെ പറയുന്നത്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ കൊത്തേറ്റത് കൊണ്ടാണ് ഏത് മനുഷ്യനും മരിക്കുന്നത്. പാപത്തിന്റെ കൊത്തേൽക്കാത്ത ഒരാളും എന്ത് ചെയ്യത്തില്ല? മരിക്കത്തില്ല. അതായത് ഒരു വിഷസർപ്പത്തിന്റെ വിഷപ്പല്ലെന്ന് പറയുന്നത് പാപമാണ്. പക്ഷെ ആ പാപത്തിന് ശക്തി കൊടുക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിലെ ന്യായപ്രമാണമാണ്. ഇതാണ് പോൾ ഇവിടെ പറയുന്നതായ കാര്യം.
ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു കൊലപാതകം ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ ജഡ്ജി എന്ത് ചെയ്യുന്നു? ജഡ്ജി ഒരു ന്യായവിധി നടത്തുന്നു. എന്ത്? ഇയാൾ ഇന്ന കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് വധശിക്ഷയ്ക്ക് യോഗ്യനാണ്, ഇയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. ഈ വധശിക്ഷയ്ക്ക് വിധിക്കാൻ ജഡ്ജിക്ക് അധികാരം കൊടുത്തതാരാ? ജഡ്ജിയാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്, ഇല്ലേ? പക്ഷെ ആ ശിക്ഷ നിർവഹിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിൽ മറ്റൊരു ശക്തി ഉള്ളത് കൊണ്ടാണ്. എന്താണ് ശക്തി? ഇവിടുത്തെ ലോയാണ്, ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യൻ പീനൽ കോഡ് ഇല്ലെങ്കിൽ ഞാനൊരാളെ കൊന്നാലും എന്നെ ശിക്ഷിക്കാൻ കോടതിക്ക് കഴിയത്തില്ല. ശരിയല്ലേ? ഇന്ത്യൻ പീനൽ കോഡ് ഇല്ലെങ്കിൽ ഞാനൊരാളെ കൊന്നാലും എന്നെ ശിക്ഷിക്കാൻ ജഡ്ജിക്ക് കഴിയത്തില്ല. ഇതേപോലെ ഒരു മനുഷ്യന്റെ മരണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വിധി എന്ന് പറയുന്നത് അവന്റെ പാപമാണ്. ഇവൻ പാപം ചെയ്തതുകൊണ്ട് പാപത്തിന്റെ ശമ്പളം എന്താണ്? മരണം. എന്നാൽ പാപം എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ന്യായപ്രമാണത്തിനാണ്. അതുകൊണ്ടാണ് മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം എന്ന് പറയുന്നത്. അവിടെ ന്യായപ്രമാണം മോശമാണെന്ന് പറയുന്നില്ല, പ്രിയമുള്ളവരെ. ന്യായപ്രമാണം മോശമാണെന്ന് പോൾ പറയുന്നില്ല. പക്ഷെ ന്യായപ്രമാണമാണ് എന്ത്? എന്റെ പാപത്തിന് എന്നെ ശിക്ഷ നൽകാൻ തക്കവണ്ണം ശക്തിയുള്ളതാകുന്നത്, അല്ലെങ്കിൽ ശക്തി പകരുന്നത്. അതിന്റെ അർത്ഥം ന്യായപ്രമാണം എനിക്ക് എതിരാണെന്നല്ല. ന്യായപ്രമാണം നമുക്ക് ആർക്കും എതിരല്ല. ഇന്ത്യൻ പീനൽ കോഡ് ആർക്കെങ്കിലും എതിരാണോ? തെറ്റ് ചെയ്യുന്നവനല്ല ഉള്ളോ എതിരായിട്ടുള്ളത്? അത്രയല്ലേ ഉള്ളൂ. തെറ്റ് ചെയ്യാത്തവന് ഞാൻ ആരെയും കൊന്നില്ലെങ്കിൽ, ഞാൻ നിയമപ്രകാരം ഞാൻ തെറ്റ് ചെയ്യുന്നവനല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് ഉള്ളത് കൊണ്ട്, ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞ ഒന്നുള്ളത് കൊണ്ട് അതെനിക്ക് ശിക്ഷയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. ഇന്ത്യൻ പീനൽ കോഡ് ഉള്ളത് ഒരു പരിധി വരെ എനിക്ക് രക്ഷയാണ്, ഇല്ലേ? ഇന്ത്യൻ പീനൽ കോഡ് ഉള്ളത് ഒരു പരിധി വരെ എന്നെ ആക്രമിക്കുന്നവരിൽ നിന്ന് എനിക്ക് എന്ത് തരികയാണ്? രക്ഷ നൽകുകയാണ്. ഇതുപോലെയാണ് ന്യായപ്രമാണം. ന്യായപ്രമാണം തെറ്റിക്കുന്നവർക്ക് മാത്രമാണ് പ്രശ്നമുള്ളത്. ന്യായപ്രമാണം അനുസരിക്കുന്നവർക്ക് ന്യായപ്രമാണം ശിക്ഷയല്ല. ഇപ്പൊ കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, ന്യായപ്രമാണം കഴിഞ്ഞുപോയി, ന്യായപ്രമാണം ഇനി വേണ്ട, പഴയ നിയമം വേണ്ട, പഴയ നിയമത്തിലെ എല്ലാം വലിച്ചു കീറി കളയണം, ന്യായപ്രമാണം. അവർ പറയുന്നത് യേശു പറഞ്ഞ ന്യായപ്രമാണം പോലും വേണ്ടെന്നാ പറയുന്നത്. യേശു പറഞ്ഞ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഗിരിപ്രഭാഷണം പോലും വേണ്ടെന്ന് ഈയിടെ ഒരാൾ പറയുന്നത് കേട്ടു. നമുക്ക് ആകെ ഉള്ളത് കൃപ മതി, കൃപ. നമ്മൾ കൃപയുടെ മേലാണ്. അതുകൊണ്ട് എന്തോ ചെയ്താലും കുഴപ്പമില്ല, നമ്മൾ കൃപായുഗത്തിലാണ്. എന്തോ ചെയ്താലും പ്രിയമുള്ളവരെ, വഞ്ചിതരായി പോകരുത്. ന്യായപ്രമാണത്തെ നീക്കുവാനല്ല മനുഷ്യപുത്രൻ വന്നത്, ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാനാണ് വന്നത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. അവർ പറയുന്നതൊക്കെ നല്ല, പലപ്പോഴും ഉണ്ടല്ലോ ഈ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ, വഴിതെറ്റിക്കുന്ന കള്ളപ്രവാചകന്മാർ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന രീതിയിലൊക്കെയാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് കൃപയാണ് ഏറ്റവും വലുത്. നിങ്ങളുടെ പാപങ്ങൾക്ക് ദൈവത്തിന്റെ കൃപയെ തടഞ്ഞു നിർത്താൻ കഴിയത്തില്ല. എന്തൊരു വാക്കാണെന്ന് ആലോചിക്കണം. നിങ്ങളുടെ പാപങ്ങൾക്ക് ദൈവത്തിന്റെ കൃപയെ തടഞ്ഞു വെക്കാൻ കഴിയുകയില്ല. കാര്യം നിങ്ങളുടെ പാപങ്ങളെക്കാൾ ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ കൃപ. അതുകൊണ്ട് പാപം ചെയ്താലും കുഴപ്പമില്ല, ദൈവകൃപ അതിനിടയ്ക്കൂടി ഒഴുകിപ്പോരുമെന്ന്. ഇതാണ് വേറൊരു സുവിശേഷം. ഇതാണ് വേറൊരു സുവിശേഷം. പോൾ പറയുന്നു, പാപം ചെയ്യുന്നവനാണ് വിഷക്കൊത്തേൽക്കുന്നത്, പാപം ചെയ്യാത്തവനല്ല. പാപം ചെയ്യുന്നവന് ഇത് വിഷപ്പല്ലാണ്. പാപം ചെയ്യുന്നവന് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ശക്തീകരിക്കുന്നതാണ് ന്യായപ്രമാണം. ന്യായപ്രമാണം ദൈവം മനുഷ്യന് ജീവിക്കാൻ കൊടുത്തതാ, അല്ലാതെ കൊല്ലാൻ കൊടുത്തതല്ല. അതുകൊണ്ടാണ് പോൾ പറയുന്നത് ജീവിക്കേണ്ടതിന് കൊടുത്ത ന്യായപ്രമാണം മരണത്തിന് കാരണമായെന്ന്. കാര്യം ആ ന്യായപ്രമാണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പിശാച് എന്ത് ചെയ്യുന്നത്? മനുഷ്യനെ അവന് വേണ്ടി അവന്റെ വകയാണെന്ന് അവകാശപ്പെടുന്നത്. അവൻ ദൈവത്തിന്റെ അടുത്ത് എന്ന് പറയുന്നത് എന്താണ്? നീ കൊടുത്ത ന്യായപ്രമാണം ഇവൻ അനുസരിച്ചില്ല. ന്യായപ്രമാണം കൊല്ലാൻ വേണ്ടി കൊടുത്തതല്ല, എന്തിനു വേണ്ടി കൊടുത്തതാണ്? ജീവിക്കാൻ വേണ്ടി കൊടുത്തതാണ്. പക്ഷെ അത് നമുക്ക് മരണകാരണമായി തീർന്നു. എന്തുകൊണ്ട്? പിശാച് അതിനെ ശക്തിയായി ഉപയോഗിച്ചു. എന്ത് ശക്തിയായിട്ട്? അത് നിഷേധിക്കുന്നവർക്ക് വിരോധമായി ഉപയോഗിച്ചു. ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചതായ കാര്യം. ഇവിടെ പോൾ ചോദിക്കുന്ന ചോദ്യം അതാണ്. മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം? വിഷപ്പല്ലിനകത്തും വിഷസഞ്ചിയിലെ വിഷമില്ലെങ്കിൽ വിഷപ്പല്ലുകൊണ്ട് കുത്തിയാലും എന്തുണ്ടാകുന്നില്ല? പ്രശ്നമുണ്ടാകുന്നില്ല. ന്യായപ്രമാണം അനുസരിക്കാത്തത്, അത് ന്യായപ്രമാണത്തിന്റെ ലംഘനമാണ് വിഷപ്പല്ലിലൂടെ ഇറങ്ങി വരുന്ന ശിക്ഷ എന്ന് പറയുന്നത്. എന്നാൽ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ ചെയ്തതെന്നറിയാമോ? ഈ പാപത്തിന്റെ, മരണത്തിന്റെ
മരണത്തിന്റെ വിഷമുള്ള പാപം, ഈ മരണത്തിന്റെ വിഷമുള്ള അവൻ അവിടെ തകർത്ത് കളയുകയാണ്. കാൽവറി ക്രൂശിൽ മരണത്തിന്റെ വിഷമുള്ള യേശു കർത്താവ് തല്ലി ഓടിച്ചു കളഞ്ഞു. കാൽവറി ക്രൂശിൽ മരണത്തിന്റെ അധികാരിയായിരുന്ന എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ അതിന്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്, മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ അവൻ തന്റെ മരണത്താൽ നീക്കി. പ്രിയമുള്ളവരെ, യേശു കർത്താവിനെ കൊത്തിക്കഴിഞ്ഞപ്പോൾ സർപ്പത്തിന്റെ പല്ല് തകർന്നു പോയി. എന്തോ ചെയ്യാനാണെന്ന് പറ. ഞാൻ ഭാവനയിൽ പറഞ്ഞൊരു കാര്യമാണ്. അതോടുകൂടെ ഇനിയിപ്പോൾ ആരെയും കൊത്താൻ സർപ്പത്തിന്റെ കയ്യിൽ എന്തില്ല? പല്ലില്ല. ദൈവകുഞ്ഞാടെ നീ പാപത്തെ ചുമന്നു മരത്തിൽ